Lenora. Lenora is different from others. Years of perfect stitching experience. Lenora linen, cotton cloth and stitching. Pandikad Road, Vandoor. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ചൂടിലേക്ക്. സീറ്റ് നിലനിർത്താൻ LDFും തിരിച്ചുപിടിക്കാൻ UDFും ശക്തി തെളിയിക്കാൻ NDAയും കളത്തിലിറങ്ങുമ്പോൾ കരുത്തറിയിക്കാൻ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും രംഗത്തിറങ്ങുമെന്നാണ് സൂചന. 2,32,384 വോട്ടർമാരാണ് മണ്ഡലത്തിലുള്ളത്. 1,13,486 പുരുഷ വോട്ടർമാരും 1,18,889 സ്ത്രീ വോട്ടർമാരും 9 ട്രാൻസ്ജെൻഡേഴ്സും ഇതിൽ ഉൾപ്പെടും. പുതിയതായി 59 പോളിംഗ് സ്റ്റേഷനുകൾ കൂടി വന്നതോടെ പോളിംഗ് സ്റ്റേഷനുകളുടെ എണ്ണം 263 ഉയർന്നിട്ടുണ്ട്. മണ്ഡലത്തിലെ ലിംഗാനുപാതം 1048 സ്ത്രീകൾ എന്നതാണ്. അന്തിമ പട്ടികയിൽ 374 പ്രവാസി വോട്ടർമാരുണ്ട്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് 6 മാസം മാത്രവും നിയമസഭാ തെരഞ്ഞെടുപ്പിന് 1 വർഷത്തിൽ താഴെ മാത്രം നിലനിൽക്കെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം കേരള രാഷ്ട്രീയത്തിന്റെ ഗതി നിർണ്ണയിക്കുന്നതായി മാറും. PV അൻവർ MLA സ്ഥാനം രാജിവെച്ചതിനെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത്. മുന്നണികൾക്ക് മാത്രമല്ല PV അൻവറിനും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടിയായ തൃണമൂൽ കോൺഗ്രസിനും ഈ ഉപതെരഞ്ഞെടുപ്പ് ഏറെ നിർണായകമാണ്. നിലമ്പൂർ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിക്ക് വൻ വിജയം നേടിക്കൊടുത്ത മുഖ്യമന്ത്രി പിണറായി വിജയന് രാഷ്ട്രീയ മറുപടി നൽകുക എന്നതാണ് PV അൻവറിന്റെ ലക്ഷ്യം. അൻവറല്ല ഇടതുപക്ഷമാണ് നിലമ്പൂരിൽ ശക്തർ എന്ന് തെളിയിക്കാൻ LDFന് വിജയം അനിവാര്യമാണ്. അതിനാൽ തന്നെ ഭരണനേട്ടം ഉയർത്തി വിജയം ഉറപ്പിക്കുക എന്ന ലക്ഷ്യമാണ് LDFനുള്ളത്. ഇതിന്റെ ഭാഗമായാണ് നിലമ്പൂർ ബൈപ്പാസിന് ഫണ്ട് അനുവദിച്ച വേഗത്തിൽ ഭരണാനുമതിയും നൽകിയത്. ഈ ഉപതെരഞ്ഞെടുപ്പ് സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലാകുമെന്ന CPM ജില്ലാ സെക്രട്ടറി VP അനിൽ പറഞ്ഞതിന്റെ പൊരുളും UDFന് ഇത് അഭിമാന പോരാട്ടമാണ്. നഷ്ടമായ ആര്യാടന്റെ തട്ടകം തിരിച്ചുപിടിക്കുക എന്ന ദൌത്യം DCC പ്രസിഡന്റ് VS ജോയിക്കാണോ KPCC ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൌക്കത്തിനാണോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി. 2016ലും 2021ലും ഗ്രൂപ്പ് കളി മൂലം നഷ്ടമായ നിലമ്പൂർ ഇക്കുറി ഗ്രൂപ്പ് കളിച്ച് നഷ്ടമാക്കാൻ അനുവദിക്കില്ലെന്ന നിലപാടിലാണ് കോൺഗ്രസ് നേതൃത്വം. 2024ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി തന്നെ മത്സരിച്ചിട്ടും BJP സ്ഥാനാർത്ഥി K സുരേന്ദ്രൻ വയനാട്ടിൽ 1,51,000 വോട്ടുകൾ പിടിച്ചപ്പോൾ 17,000-ലധികം വോട്ടുകൾ ലഭിച്ചത് നിലമ്പൂർ മണ്ഡലത്തിൽ നിന്നുമായിരുന്നു. രാഹുൽ ഗാന്ധി രാജിവെച്ച ഒഴിവിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിക്കെതിരെ നവ്യ ഹരിദാസ് മത്സരിച്ചപ്പോഴും 17,000-ഓളം വോട്ടുകൾ BJP നേടി. അതിനാൽ തന്നെ ശക്തനായ സ്ഥാനാർത്ഥിയെ നിർത്താൻ തന്നെയാണ് BJP തീരുമാനം. മുനമ്പം വിഷയം, വഖഫ് ഭേദഗതി ബിൽ, വന്യമൃഗശല്യം എന്നീ വിഷയങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള ഒരു സ്ഥാനാർത്ഥിയെ പരിഗണിക്കാനാണ് കൂടുതൽ സാധ്യത. അഡ്വക്കേറ്റ് ഷോൺ ജോർജ്, അനൂപ് ആന്റണി എന്നിവർക്കാണ് സാധ്യത. മൂന്നാമതൊരാൾ വന്നാൽ നവ്യ ഹരിദാസിനാകും നറുക്ക് വീഴുക. LDF പൊതു സ്വതന്ത്രനെ നിർത്താനാണ് സാധ്യത. കൂടുതൽ പ്രൊഫസർ തോമസ് മാത്യു, മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം U ഷറഫ് അലി എന്നിവരിൽ ഒരാൾ വരാനും സാധ്യതയുണ്ട്. കോൺഗ്രസിൽ നിന്നും പാലക്കാട് മോഡലിൽ ഒരാൾ സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. മുന്നണികളുടെ ഉറക്കം കെടുത്തി കരുത്തറിയിക്കാൻ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും ഇക്കുറി മത്സര രംഗത്തുണ്ടാകും. സ്ഥാനാർത്ഥി നിർണയമാണ് മുന്നണികൾക്ക് മുന്നിലെ പ്രധാന വെല്ലുവിളി. ജൂൺ 2 വരെയാണ് പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. 5 വരെ പിൻവലിക്കാം. ജൂൺ 19 നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ 23 നടക്കും. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ.